ഒരുപാട് സംഭവങ്ങളാണ്. 15 വർഷം ഞാൻ നിയമസഭയുടെ അകത്ത് PS മന്ത്രിസഭയിലെ അംഗമായി, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിന് അനുയായി. ഞാനും അദ്ദേഹവും പിന്നെ 5 വർഷം സഭയുടെ അകത്ത് ഔദ്യോഗികമായ ഒരു കാര്യമില്ലാതെ അംഗങ്ങളായിരുന്നു. PS പോലെ ഒരാളിനെ ഇനി കേരളം വെറുതെ പ്രതീക്ഷിക്കാൻ അത്രയുള്ളൂ. അദ്ദേഹം താത്വികാചാര്യനോ വിജ്ഞാനപ്രദമായ പ്രഭാഷണം നടത്തുന്നതോ ഒന്നുമല്ല അദ്ദേഹത്തിൽ ഞാൻ കണ്ട പ്രത്യേകത. പാവപ്പെട്ടവൻ്റെ ഭാഷയാണ്, പാവപ്പെട്ടവൻ്റെ സ്പന്ദനമാണ്, പാവപ്പെട്ടവരുടെ ശബ്ദമാണ്. കേരള രാഷ്ട്രീയത്തിൻ്റെ പുതിയ മുഖവും പുതിയ ശബ്ദവും PS ആയിരുന്നു. ധന്യമായ ജീവിതമാണ്. കറപുരളാത്ത ഒരു രാഷ്ട്രീയ നേതാവും ഭരണാധികാരിയും. ഒരുപാട് അനുഭവങ്ങളെല്ലാം ഇപ്പോൾ സമയമില്ലായിരിക്കും. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പലരും വേട്ടയാടിയപ്പോഴും ഞാൻ നല്ല പാറ പോലെ ഉറച്ച അദ്ദേഹത്തിൻ്റെ പിന്നിൽ ശക്തനായി നിന്നു. എല്ലാ കാര്യങ്ങളും ആ സ്നേഹബന്ധം അവസാനം വരെ ഞാൻ സൂക്ഷിച്ചു. അദ്ദേഹത്തിന് ഇന്ന് കേരളം അമ്പരം നിൽക്കുകയാണ്. എവിടെ ഞങ്ങളുടെ PS എന്നാണ് കേരളത്തിലെ നാട്ടുമ്പുറത്തെ പാവങ്ങൾ അന്വേഷിക്കുന്നത്. ഇനിയും ഒരു PS വേണ്ടി കേരളം കാത്തിരിക്കാം, പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അല്ലാതെ സമകാലീന രാഷ്ട്രീയ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തുമ്പോൾ PS അതുല്യനായ ഒരാളാണ് ഇപ്പോഴും നിൽക്കുക. അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ കേരളത്തിലെ സാധാരണ ജനങ്ങളോടൊപ്പം ഞാനും എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആദ്യ തലമുറയിൽ ഏറ്റവും സമ്പന്നരായ നേതാക്കളിൽ ഒരാളാണ് PS. PS മറ്റ് പലരിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്നത് ഏറ്റവും സാധാരണ തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് തൊഴിലാളി പ്രവർത്തകനായി അങ്ങനെ ഈ സംസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലേക്ക് ഉയർന്ന ഒരു നേതാവാണ് അദ്ദേഹം. പ്രക്ഷോഭങ്ങളിലും ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിൽ മാത്രമല്ല, ഒരു ഭരണാധികാരി എന്ന നിലയിലും ഏറെ വ്യക്തിമുദ്ര ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ ചുമത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇന്ന് കേരളം അറിയപ്പെടുന്നത് സ്വതന്ത്ര സോഫ്റ്റ്വെയറിന് ഏറ്റവും പിന്തുണ നൽകുന്ന സംസ്ഥാനമെന്ന നിലയിൽ യഥാർത്ഥത്തിൽ 1997 ഞാൻ PS ഉണ്ടായിരുന്നു. എറണാകുളത്ത് കുറച്ച് ചെറുപ്പക്കാർ ആരംഭിച്ച ഒരു IT സഹകരണ സംഘത്തിൽ ചെല്ലുകയും അവർ ഫ്രീ സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ PS സംസാരിച്ചത് കേട്ടിരുന്ന PS 1 മണിക്കൂറോളം നേരം അവരോട് ചോദിച്ചറിഞ്ഞിരുന്നു. പിന്നീട് ഒരു 10 വർഷത്തിന് ശേഷം മുഖ്യമന്ത്രിയായപ്പോൾ IT നയമുണ്ടാക്കിയപ്പോൾ അന്ന് സംസാരിച്ച പലരെയാണ് ആ നയമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തുന്നത്. ഇന്ത്യ രാജ്യത്ത് അല്ല ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഫ്രീ സോഫ്റ്റ്വെയറിന് ഔദ്യോഗിക നയത്തിൽ സ്ഥാനം കൊടുക്കുക മാത്രമല്ല അതിനൊരു അന്താരാഷ്ട്ര ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി കേരളത്തിൽ സ്ഥാപിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. വളരെ സൂക്ഷ്മതയോടെ പ്രക്ഷോഭവും കാര്യങ്ങളും എല്ലാവർക്കും ഈ ഭരണത്തിലും ഇത്തരത്തിലുള്ള കാഴ്ചപ്പാട്
അല്ലെങ്കിൽ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ 5 വർഷ ഭരണകാലത്തിനിടയിൽ 3 പ്രാവശ്യം നിലപാടുകൾ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിന് ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റിപ്പിടിക്കുന്നത് അദ്ദേഹം തയ്യാറായി. അത്തരത്തിൽ കേരളത്തിൻ്റെ വികസനത്തിലും വലിയ പങ്കുവഹിച്ചിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഉണ്ടാക്കുന്ന ശൂന്യതയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് പുറത്തു കിടക്കാൻ കഴിയും.